ഞാൻ വന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസ് തമിഴ് സീസൺ 9 ലോഞ്ച് നടക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഫോണൊന്ന് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഏഷ്യാനെറ്റിൽ ഒരു ഒരു പോസ്റ്റ് കണ്ടു. ബിഗ് ബോസിൽ നമ്മുടെ ലാലേട്ടൻ അതായത് സോഷ്യൽ മീഡിയക്കെതിരെ ഒരു വീഡിയോ, അതായത് ഷോ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ എവിക്ഷനും അങ്ങനത്തെ പല കാര്യങ്ങളും ചോർത്തുന്ന രീതിയിലുള്ള ഒരു എതിരെ ലാലേട്ടൻ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നല്ല കാര്യമാണ്. അത് ലാലേട്ടൻ ആദ്യമേ ഓൺ ചെയ്തതാണ്, പക്ഷേ ചില ആൾക്കാർ അത് തുടർന്നുകൊണ്ടിരുന്നിരുന്നു. അണ്ണന്മാരെ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ കണ്ടസ്റ്റൻറ്റിനല്ലേ അതിൻ്റെ പണി കിട്ടാൻ പോണത്, നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പണി കിട്ടാൻ പോണത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നല്ല കാര്യമാണ്. ഇതിപ്പം ഞാനിപ്പോൾ ഷോ എന്താ പറയുക, ഞാനും എൻ്റെ അഭിപ്രായം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇടാറില്ല. ഷോ കാണും, എപ്പിസോഡ്സൊക്കെ കാണും, സമയമുണ്ടെങ്കിൽ എപ്പിസോഡ് കാണും, ലൈവ് അങ്ങനെ കാണാറില്ല. പിന്നെ വീക്കെൻഡ് കാണും. അപ്പോൾ ഇത് എന്നെ ഒരു കാരണം കൊണ്ട് ഞാൻ നിർത്തി. ബട്ട് നിങ്ങൾ റിവ്യൂ ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിന് മുമ്പൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ എവിക്ഷൻ്റെ കാര്യങ്ങളായാലും ടാസ്കിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഇതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഇടുന്നതും കാട്ടി അതൊരു രസം പോകില്ലേ, പറയണൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, അവിടെ നിന്നൊക്കെ എന്തായാലും ബിഗ് ബോസ് ഷോയിനൊക്കെ അവിടെ നിന്ന് ചോർത്തുമ്പോഴാണല്ലോ അവിടെ ഉള്ള ആർക്കാരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴായാലും അമ്മമാർക്കൊക്കെ ഇത് കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. റിവ്യൂ ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, ചെയ്യേണ്ടെന്നല്ല, ചെയ്യണം. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയണം. ബട്ട് അതിന് മുമ്പൊക്കെ വന്നിട്ട് ഇതാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ ഷോൻ്റെ ഒരു രസം പോകില്ലേ. ആൾറെഡി ആ ഷോ ഇപ്പം ബിഗ് ബോസ് ഷോ ഫ്ലോപ്പാണ്. പക്ഷേ കാണുന്ന കുറേ പ്രേക്ഷകർക്ക് അത് എന്താ പറയാനാ, അവർക്ക് ഒരു രസം പോകില്ലേ. അപ്പോൾ അതാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത്. അപ്പോൾ എന്തരായാലും പൊളി, കിട്ടേണ്ടവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.